ഈ ആഹാര സാധനങ്ങൾ പാഴ്സൽ വാങ്ങിച്ചുള്ള കവറുകൾ, അതുപോലെ നമ്മുടെ ഈ പാൽ പാക്കറ്റിന്റെ കവറുകൾ, ഇതൊക്കെ നമ്മുടെ ഉപയോഗം കഴിഞ്ഞാൽ എന്താണ് ചെയ്യാറ്? നമുക്ക് കുറച്ചുകൂടെ ചോദിച്ചു നോക്കാം. വാ. കത്തിക്കണം. ഇത് കളക്ട് ചെയ്യാൻ വേണ്ടി കുടുംബശ്രീകാര് വരുന്നുണ്ട്. ഇത് ചുട്ട് കളയണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് ചെയ്ത് കളയണോ? എല്ലാ മാസത്തിലും ഹരിതകർമ്മസേന വീട്ടിൽ വരാറുണ്ട്. അവർ വന്ന് കളക്ട് വീട്ടിലങ്ങോട്ട് എറിയും. എന്നിട്ട് സാധാരണ ഞങ്ങളിവിടെ ഈ ഹരിതകർമ്മസേനയുടെ അവർക്കത് കഴുകിയൊക്കെ വെച്ച് കൊടുക്കണം. കേട്ടല്ലോ, എല്ലാ ഉത്തരങ്ങളും കേട്ടല്ലോ. ഇനി നമ്മുടെ ഹരിതകർമ്മസേനയിലെ ചേച്ചിമാർക്ക് ഈ പ്ലാസ്റ്റിക് കവറുകൾ എങ്ങനെയാ കിട്ടുന്നതെന്ന് അവരോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കിയാലോ. ചില വീടുകളിൽ നമുക്ക് മീനൊക്കെ വാങ്ങിക്കുന്ന കവറുകളായാലും ഫുഡ് വേസ്റ്റ് ഒക്കെ വാങ്ങിക്കുന്ന കവറുകൾ വളരെ വൃത്തിയായിട്ട് തരാറുണ്ട്. ചിലപ്പോൾ അതുപോലെ തന്നെ വാഷ് ചെയ്യാതെ വൃത്തിയില്ലാതെ നമുക്ക് തരും. പക്ഷേ എല്ലാ വീടുകളും ഞങ്ങൾക്ക് നല്ല രീതിയിലല്ല തരുന്നത്, മോശമായിട്ട് രീതിയിൽ തരുന്നവരുണ്ട്. ചില പുഴു ഉണ്ടാവും, ചില പുഴു ഉണ്ടാവില്ല. ഇത്തരം കവറുകൾ ഉപയോഗം കഴിഞ്ഞാൽ ശരിക്കും എന്താ ചെയ്യേണ്ടത്? അവർ തന്നെ പറഞ്ഞു. പാൽ കവറ്, മാവ്, തൈരിന്റെ കവറ് അതെല്ലാം ഒന്ന് കഴുകി കളഞ്ഞു വെക്കുക. കഴുകി തരുന്ന പ്ലാസ്റ്റിക് ഉണക്കി വെക്കുക. ഉണക്കി വെച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് ഹരിതകർമ്മസേനയ്ക്ക് കൈമാറാനായിട്ട് ഒരു ചാക്കിൽ ഒതുക്കി വെക്കണം. ശേഖരിച്ചു വെച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് ഞങ്ങൾക്ക് കൈമാറുക. ഒത്തുചേർന്ന് രചിക്കാം വൃത്തിയുള്ള കേരളം.